ഹലോ മക്കളെ, എല്ലാവർക്കും സൈലന്റ് ലേണിംഗിലേക്ക് സ്വാഗതം. അപ്പോൾ ടീച്ചറെ മുമ്പ് കണ്ട് പരിചയമുണ്ടോ നിങ്ങൾക്ക്? കഴിഞ്ഞ വർഷമൊക്കെ സൈലത്തിൻ്റെ കൂടെ പഠിച്ച ആളുകൾക്ക് ചിലപ്പോൾ ടീച്ചറെ ഓർമ്മ വന്നിട്ടുണ്ടാവും അല്ലേ? വിഷ്ണുമായ എന്നാണ് ടീച്ചറുടെ പേര്. അപ്പോൾ മലയാളമാണ് ടീച്ചറുടെ വിഷയം. ഓക്കെ, അപ്പോൾ നിങ്ങൾ 10ാം ക്ലാസ് വരെ പഠിച്ച മലയാളത്തിൽ നിന്നും വ്യത്യസ്തമായിട്ട് മലയാളത്തിന് മാറ്റമൊന്നും വന്നിട്ടില്ല. പക്ഷെ എഴുതുന്ന രീതിക്ക് അല്ലേ, മാർക്കിനൊക്കെ മാറ്റം സംഭവിച്ചിട്ടുണ്ട്. കുറേ നമ്മൾ എഴുതണം. 80 മാർക്കിനാണ് നമുക്ക് പരീക്ഷ. 8 മാർക്കിനും 6 മാർക്കിനൊക്കെ വലിയ വലിയ എസ്സേകളൊക്കെ നമ്മളോട് ചോദിക്കും അല്ലേ? വലിയ വലിയ ചോദ്യങ്ങൾ ചോദിക്കുന്നു. കുറേ പഠിക്കാനുള്ളത് പോലെ തോന്നുന്നൊക്കെ ഉണ്ടാവും അല്ലേ? അപ്പോൾ പൊതുവേ നമുക്ക് ഹയർ സെക്കൻഡറി അല്ലെ ക്ലാസ്സുകളിൽ +1 +2 പഠിക്കുന്ന സമയത്ത് മലയാളം എന്ന് പറയുന്നത് മറ്റുള്ള വിഷയങ്ങളെ അപേക്ഷിച്ച്, ഇപ്പോൾ കൊമേഴ്സ് ആണെങ്കിലും സയൻസ് ആണെങ്കിലും ഹ്യൂമാനിറ്റീസ് ആണെങ്കിലും മറ്റ് ഉള്ള സബ്ജക്റ്റുകളെക്കാളൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള, നമ്മൾ കുറച്ചുകൂടെ എന്ത് ചെയ്യുന്ന ഒരു എൻജോയ് ഒക്കെ ചെയ്യുന്നില്ല, എൻജോയ്മെൻ്റ് ഒക്കെ ഉള്ള അല്ലെങ്കിൽ അത്തരം പീരീഡുകളാണ് അല്ലേ, മലയാളം പീരീഡുകളാണ് സ്കൂളുകളിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു റിലാക്സേഷൻ മോഡിലൊക്കെ എന്ത് ചെയ്യുന്നത്, നിങ്ങൾ അല്ലേ ഇരിക്കുന്ന ഒരു പീരീഡ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ മലയാളം നിങ്ങളങ്ങനെ കാര്യമായിട്ടൊന്നും ചിലപ്പോൾ എന്ത് ചെയ്യാൻ സാധ്യതയില്ല. പഠിച്ചു തുടങ്ങിയിട്ടോ പഠിച്ചിട്ടോ ഒന്നും ഉണ്ടാവില്ല അല്ലേ. പക്ഷേ നമുക്ക് ഒരു A+ വിഷയമാണ് അല്ലേ. നമുക്ക് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് 100 മാർക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു വിഷയമാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ നിസ്സാരമായിട്ട് എന്ത് ചെയ്യരുത്, തള്ളിക്കളയരുത് എന്ന് വിചാരിച്ച് ഭയങ്കരമായിട്ട് ഇരുന്ന് പഠിക്കുകയൊന്നും വേണ്ട അല്ലേ. പക്ഷെ എന്താണ് ചാപ്റ്റർ അല്ല എന്താ പറയുന്നത് എന്നൊക്കെ ഉള്ളത് എന്ത് ചെയ്യണം, നമ്മളൊന്ന് പഠിച്ചിരിക്കണം. അതേപോലെ കുറച്ചുകൂടി വിശദമായിട്ട് അല്ലേ, ഒരു വിമർശനാത്മകമായിട്ടൊരു വിഷയത്തെ കാണാനും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനും എഴുതാനും ഒക്കെ ഉള്ളൊരു കപ്പാസിറ്റി നിങ്ങൾക്കുണ്ടോ എന്നൊക്കെയാണ് ഇവിടെ ഭാഷയിൽ എന്ത് ചെയ്യുക, നമുക്ക് ടെസ്റ്റ് ചെയ്യുക അല്ലേ. അത്തരം ചോദ്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് ഉണ്ടാവുക. അപ്പം നല്ല വായന ഉണ്ടാവണം അല്ലേ, കുറച്ച് ചുറ്റുപാടുകളുമായിട്ടുള്ള അല്ലേ ധാരണകൾ, ചുറ്റും നടക്കുന്ന കാര്യത്തെക്കുറിച്ച് നമ്മൾ ബോധേഡാണോ അല്ലെ, അത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് അറിവുണ്ടോ എന്നൊക്കെ നമ്മൾ പരീക്ഷിക്കുന്ന അല്ലേ ചോദ്യങ്ങളൊക്കെ ചിലപ്പോൾ പരീക്ഷിക്കാൻ നമുക്ക് വരും. അപ്പം മലയാളത്തിൽ കുറച്ചധികം പാഠഭാഗങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് ഈ ഒരു വർഷം അല്ലേ. അപ്പോൾ നിങ്ങൾ 40 മാർക്കിന് പരീക്ഷ എഴുതിയതിനേക്കാൾ ഇരട്ടി നമ്മളിവിടെ എഴുതണം. അത്രയധികം ചാപ്റ്റേഴ്സും അല്ലേ, നിങ്ങൾ കുറച്ചുകൂടെ മുതിർന്ന കുട്ടികളായി എന്നൊക്കെയാണ് പാഠപുസ്തകം അല്ലേ നിർമ്മിച്ച ആളുകളുടെ ഒരു ധാരണ. നിങ്ങളുടെ ചിന്തയൊക്കെ വലുതായി അല്ലെ, നിങ്ങൾ വലിയ കാര്യങ്ങളൊക്കെ അല്ലെ ക്രിട്ടിക്കലി തിങ്ക് ചെയ്യാൻ തുടങ്ങിയെന്നൊക്കെയാണ് അവർ വിചാരിച്ചത്. അതുകൊണ്ട് അത്തരം ലെവലിലൊക്കെ ഉള്ള പാഠഭാഗങ്ങളാണല്ലേ. ഇപ്പം നിങ്ങൾ ആദ്യത്തെ യൂണിറ്റ് നിങ്ങൾ ഓൾറെഡി പഠിച്ചു. സന്ദർശനം എന്ന് പറയുന്ന കവിതയെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട് അല്ലേ, കഥ പഠിച്ചിട്ടുണ്ട്, എന്താണ് ഓർമ്മയുടെ ഞരമ്പ് എന്ന് പറയുന്ന കഥ പഠിച്ചു. അങ്ങനെ കുറച്ചുകൂടെ നിങ്ങൾ ചിന്തിക്കേണ്ടതിൻ്റെ, നമ്മുടെ ചുറ്റുപാടുകളുമായിട്ട് കണക്ട് ചെയ്യുന്ന കുറേ കാര്യങ്ങൾ നിങ്ങൾ ഓൾറെഡി ഫസ്റ്റ് യൂണിറ്റിൽ പഠിച്ചു. അപ്പോൾ ഇന്ന് നമ്മൾ കായലരികത്ത് എന്ന നിങ്ങളുടെ 2ാമത്തെ യൂണിറ്റിലുള്ള പാഠഭാഗമാണ് ടീച്ചർ ഇന്ന് വീഡിയോ ആയിട്ട് വന്നത് കേട്ടോ. അപ്പോൾ ഇനി ടീച്ചർ ഉണ്ടാവും കൂടെ. നിങ്ങൾക്ക് ആവശ്യമുള്ള പാഠങ്ങളൊക്കെ എന്ത് ചെയ്യണം, മക്കൾ കമൻറ്റ് ചെയ്യണം. അതേപോലെ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കണം, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം അല്ലേ. ലാംഗ്വേജ് എന്താണ് അറിഞ്ഞിരിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഫുൾ A+ സ്വപ്നത്തിലേക്കുള്ള ഒക്കെ ഒരു വഴിയാണ് അല്ലേ, ഒരു തുറുപ്പ് ചീട്ടാണ്. നല്ല മാർക്കൊക്കെ സ്കോർ ചെയ്യാൻ അതിൻ്റെ കൂടെ എന്താണ് 100 മാർക്കൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അത്രയും പോയിന്റുകൾ കൂടും അല്ലേ. നമ്മൾ +2 അല്ലേ, നമ്മുടെ ഒരു മാർക്ക് ലിസ്റ്റിൽ എന്താണ് മലയാളത്തിനുള്ള 200 മാർക്ക് നമ്മളവിടെ വാങ്ങിക്കഴിയുമ്പോൾ നമ്മൾ അത്രയും പോയിന്റ് കൂടി. അപ്പോൾ ബാക്കിയുള്ള സബ്ജക്റ്റ് നമ്മൾ അത്രയും എന്ത് ചെയ്യേണ്ടുള്ളൂ, അത്രയും എഫേർട്ട് എന്തിന് കൊടുക്കേണ്ടതുള്ളൂ, മലയാളത്തിന് കൊടുക്കേണ്ടതുള്ളൂ. അത് കൊടുത്ത് നമുക്ക് വാങ്ങാൻ പറ്റുന്ന മാക്സിമം മാർക്ക് എന്ത് ചെയ്യുക, നമ്മൾ വാങ്ങി വെച്ചോളുക കേട്ടോ. അപ്പോൾ കായലരികത്ത് എന്ന് പറയുന്നത് നല്ല രസമുള്ളൊരു പാട്ടാണ്. നിങ്ങൾക്ക് തന്നെ അറിയാം അല്ലേ, ടീച്ചർ വരാം അതിനകത്തേക്ക് വരാം. അപ്പോൾ കാഴ്ച എന്നാണ് നമ്മുടെ 2ാമത്തെ യൂണിറ്റിൻ്റെ പേര് അല്ലേ. എന്താണ് കാഴ്ച അല്ലേ, ഏതാ ഒളിഞ്ഞു നോക്കുന്ന പോലെയുള്ള കാഴ്ചയാണോ? വ്യത്യസ്തമായിട്ടുള്ള എന്താ പറയുക കാഴ്ചകൾ അല്ലേ. വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകളെക്കുറിച്ച് മാത്രമല്ല, സിനിമ അല്ലെങ്കിൽ എന്താണ് നമ്മളുടെ ഡോക്യുമെൻ്ററിയെക്കുറിച്ച്, സിനിമയെക്കുറിച്ച്, ഷോർട്ട് ഫിലിമുകളെക്കുറിച്ച്, സിനിമയുടെ ചരിത്രത്തെക്കുറിച്ച് അല്ലെ, സിനിമയും സമൂഹവും തമ്മിൽ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു, ഇങ്ങനെ കുറേ കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ ഈ ഒരു യൂണിറ്റിൽ, 2nd യൂണിറ്റിൽ നമ്മൾ പഠിക്കുന്നത്. അതിൽ ആദ്യത്തെ 2nd യൂണിറ്റിലെ ആദ്യത്തെ ചാപ്റ്ററാണ് ഇത്, കായലരികത്ത് എന്ന് പറയുന്ന കവിതാഭാഗം. നീലക്കുയിൽ എന്ന് പറയുന്ന ചിത്രത്തിൽ പി ഭാസ്കരൻ അല്ലെ എഴുതിയിരിക്കുന്ന, കെ രാഘവൻ സംഗീതവും ആലാപനവും ഒക്കെ ചെയ്തിരിക്കുന്ന വളരെ മനോഹരമായിട്ടുള്ളൊരു കവിതാഭാഗമാണ്. ഇപ്പം എന്തിനാ സിനിമാ പാട്ടുകളൊക്കെ പഠിക്കുന്നത് അല്ലേ, നമ്മൾ എന്തിനാപ്പോൾ സിനിമ പഠിക്കേണ്ട ആവശ്യം, സിനിമ പാട്ടൊക്കെ പഠിക്കേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? സിനിമാ പാട്ടുകൾ തീർച്ചയായും അതൊരു ചോദ്യം കൂടിയാണ്. സിനിമാ പാട്ടുകൾ സിനിമയിൽ ആവശ്യമാണോ എന്നൊക്കെ ചോദിച്ചിട്ടുള്ളൊരു ചോദ്യം തന്നെ എന്താണ്, 6 മാർക്കിനോ 8 മാർക്കിനോ പ്രതീക്ഷിക്കാവുന്നൊരു ചോദ്യം കൂടിയാണ് കേട്ടോ. അപ്പോൾ സിനിമ എന്ന് പറയുന്നത് ഏറ്റവും പുതിയ കാലത്ത് അല്ലെ നമ്മളുടെ സമൂഹത്തെ ഭരിക്കുന്നൊരു ഇൻഡസ്ട്രിയാണ് അല്ലെ, ഒരു മേഖലയായിട്ട് വളർന്നിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് ആളുകൾക്ക് തൊഴിൽ അല്ലേ, അഭിനയം മാത്രമല്ല, അത് എഡിറ്റിംഗ് ആവട്ടെ, അതിൻ്റെ ക്യാമറയാവട്ടെ, അതിൻ്റെ മേക്കപ്പ് ആവട്ടെ, വസ്ത്രം, അലങ്കാരം, എല്ലാ A to Z കാര്യങ്ങൾ ഇന്ന് എന്താണ് പഠന വിധേയമാണ് അല്ലേ. അപ്പോൾ
അത്രയും വലിയൊരു മേഖലയായി, തൊഴിൽ മേഖലയായി കൂടെ എന്ത് മാറിയിരിക്കുന്നു, സിനിമ മാറിയിരിക്കുകയാണ്. അപ്പോൾ തൊഴിൽ എന്നുള്ള രീതിയിൽ മാത്രമല്ല, സാഹിത്യം എന്നുള്ള രീതിയിൽ കൂടെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ സിനിമയെക്കുറിച്ച് പഠിക്കുന്നത് കേട്ടോ. അപ്പോൾ രസമായിട്ടുള്ള പാഠങ്ങളാണ് ഇനി വരാനുള്ളത്. അതിൽ ആദ്യത്തേതൊരു പാട്ടാണ് അല്ലെ, സിനിമാ പാട്ടാണ് കേട്ടോ. സിനിമയിൽ പാട്ടുകളുടെ ആവശ്യം അല്ലെ, പാട്ടിൻ്റെ ആവശ്യമുണ്ടോ എന്നൊക്കെ ഉള്ളത് എന്ത് ചെയ്യുക, ആലോചിക്കുക. അത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെ ഒരു ചോദ്യമായിട്ട് എന്ത് ചെയ്യുക, മനസ്സിൽ ഉറപ്പിച്ച് വെക്കുക കേട്ടോ. നമുക്കത് ഡിസ്കസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ കായലരികത്ത് എന്നുള്ള പാഠഭാഗമാണ് കവിയും ഗാനരചയിതാവൊക്കെ ആയിട്ടുള്ള പി ഭാസ്കരൻ. അദ്ദേഹം ഭാസ്കരൻ മാസ്റ്റർ എന്നാണ് അറിയപ്പെടുന്നത്. 1924 ജനനം, 2007 അദ്ദേഹം മരിച്ചിരിക്കുന്നത്. ഫെബ്രുവരിയിലാണ് മരിച്ചത്. അപ്പോൾ ഗാനരചയിതാവാണ്, ചലച്ചിത്ര സംവിധായകനാണ്, ചലച്ചിത്ര നടനാണ്, ആകാശവാണി പ്രൊഡ്യൂസറായിരുന്നു, സ്വാതന്ത്ര്യ സമര സേനാനി അല്ലെ, ആദ്യകാല കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകൻ, പത്രപ്രവർത്തകൻ, ഒരുപാട് മേഖലകളിൽ അറിയപ്പെട്ടിരുന്ന ഒരാളായിരുന്നു ആര്, നമ്മളുടെ ഭാസ്കരൻ മാസ്റ്റർ കേട്ടോ. അപ്പോൾ അദ്ദേഹം മലയാള ഗാന മേഖലയിൽ ഒരുപാട് ചലച്ചിത്ര ഗാന മേഖലയിൽ ഒരുപാട് അല്ലെ സംഭാവനകൾ നൽകിയിട്ടുള്ളൊരു പ്രതിഭാശാലിയായിരുന്നു ആര്, ഭാസ്കരൻ മാസ്റ്റർ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആണ് ഏത് പാട്ട് എന്ന് പറയുന്നത്, കായലരികത്ത് എന്ന് പറയുന്ന പാട്ട്. അപ്പോൾ അതേപോലെ തന്നെ മലയാള ചലച്ചിത്ര സംഗീത രംഗത്തെ പ്രസക്തനായിട്ടുള്ള സംഗീത സംവിധായകനായിരുന്നു ആര്, കെ രാഘവൻ മാസ്റ്റർ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. നീലക്കുയിൽ അല്ലേ, നമ്മൾ സിനിമയാണ് ഈ പാട്ടുള്ള സിനിമയാണ് അദ്ദേഹത്തിൻ്റെ ആദ്യം സംഗീത സംവിധാനം ചെയ്തിട്ടുള്ള ചലച്ചിത്രം കേട്ടോ. 2010 അദ്ദേഹത്തിന് പത്മശ്രീ പുരസ്കാരമൊക്കെ ലഭിച്ചിട്ട് അങ്ങനെ ലെജൻഡ് ആയിട്ടുള്ള 2 ആളുകൾ അല്ലെ, അത്രയും പ്രാധാന്യമുള്ളൊരു സിനിമയും പാട്ടുമൊക്കെയായിട്ട് എന്ത് ചെയ്യുക മക്കള് ഓർക്കുക. അപ്പോൾ നമ്മളുടെ ഈ ഒരു ഗാനത്തിൽ അല്ലെ, അപ്പം ഇന്ന് നമ്മളുടെ ചലച്ചിത്ര ഗാനങ്ങളൊക്കെ എങ്ങനെയാണ്, നമ്മൾ ഏറ്റവും പുതിയ കാലഘട്ടത്തെ എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ സിനിമകളിലും അല്ലെങ്കിൽ ഓരോ പാട്ടുകളിലും എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തെ അടയാളപ്പെടുത്തുന്നുണ്ട്. ഇപ്പം നമ്മളൊരു 50-60 വർഷങ്ങൾക്ക് മുൻപുള്ള കേരളത്തിലെ ജീവിതം അറിയണമെങ്കിൽ നമ്മൾ ചരിത്ര പുസ്തകങ്ങളൊന്നും തേടി പോകണ്ട അല്ലേ, നമുക്ക് ഇത്തരത്തിൽ ആ സമയങ്ങളിൽ ഉണ്ടായ സിനിമകൾ നോക്കിയാൽ മതി. ഇവിടെയുള്ള റോഡാണെങ്കിലും സാമൂഹ്യ ജീവിതമാണെങ്കിലും അല്ലെ, അവർ ചെയ്യുന്ന ജോലിയാണെങ്കിലും മൂല്യമായ എല്ലാ കാര്യങ്ങളും നമുക്ക് സിനിമ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അല്ലെ. അപ്പോൾ ഓരോ കാലത്തിൻ്റെയും മാറ്റത്തെയും എന്ത് ചെയ്യുന്നുണ്ട്, അതേപോലെ സിനിമകളിൽ ആവർത്തിക്കുന്നുമുണ്ട് അല്ലെ. പുതിയ മാറ്റങ്ങൾ, ഇപ്പോൾ സിനിമ ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ പോലും എന്തിനനുസൃതമായിട്ടുള്ളതാണ്, കാലഘട്ടത്തിനനുസൃതമായിട്ടുള്ളതാണ്. ഇപ്പോൾ പലതരത്തിലുള്ള വിഷയങ്ങൾ അല്ലേ. ഇപ്പോൾ പണ്ടൊക്കെ എന്താണ്, സ്ത്രീ വിഷയങ്ങൾ അല്ലെ, പുരുഷന്റെ അടിമയായി നിൽക്കുന്ന സ്ത്രീകളെയാണ് നമ്മൾ അകങ്ങളിൽ മാത്രം ജോലി ചെയ്യുന്ന അല്ലെ, അല്ലെങ്കിൽ പുരുഷ കേന്ദ്രിതം മാത്രമായിട്ടുള്ള സിനിമകളൊക്കെയാണ് ആദ്യകാലത്ത് ഉണ്ടായതെങ്കിൽ പുതിയ കാലത്ത് സ്ത്രീകൾ പ്രധാന വേഷം ചെയ്യുന്ന സിനിമകൾ ഉണ്ടാകുന്നു അല്ലെ. നായക പ്രാധാന്യമില്ലാത്ത സിനിമകൾ ഓടാത്ത വർഷങ്ങളുണ്ടായിരുന്നു. കാരണം ഏറ്റവും കൂടുതൽ സിനിമകളൊക്കെ കണ്ടിരുന്ന പുരുഷന്മാർ മാത്രമാണ്, സ്ത്രീകൾ അങ്ങനെ പുറത്തൊന്നും ഇറങ്ങി നടക്കാത്തൊരു കാലമായിരുന്നു. പക്ഷെ ഇന്ന് പക്ഷേ കാലം മാറി, അതിനനുസരിച്ചുള്ള വിഷയങ്ങൾ, പുതിയ വിഷയങ്ങൾ കാലത്തെ. അപ്പം അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മൾ പണ്ട് അല്ലെ, പ്രേതം എന്ന് പറയുന്ന സങ്കല്പമൊക്കെ ഉണ്ട് നമുക്ക് അല്ലെ. പ്രേതത്തിന് എങ്ങനെയാണ്, വെള്ള സാരിയൊക്കെ എടുത്തിട്ടാണ് പ്രേതം വരിക, എല്ലാ പാട്ടൊക്കെ പാടി വരും അല്ലെ, കൊന്തറം പല്ലൊക്കെ വെച്ചിട്ട് അല്ലെ. അന്നൊന്നും കേരളത്തിലുള്ള ഗ്രാമങ്ങളിലൊന്നും കരണ്ടൊന്നും ഇല്ല. അപ്പൊ ഈ വെള്ള സാരി കൊടുത്താലാണ് മൂപ്പത്തിന് ശരിക്ക് കാണുള്ളൂ അല്ലെ. അപ്പൊ അന്നത്തെ പ്രേതം അങ്ങനെ വിറ്റു പോവുമായിരുന്നു, ഈ വെള്ള സാരി കൊടുത്ത പ്രേതമൊക്കെ പോവുമായിരുന്നു. ഇന്ന് 21-ാം നൂറ്റാണ്ട് 2024 കൊണ്ടുവന്നല്ലേ, 2020 കൊണ്ടുവന്നിട്ട് ഈ വെള്ള സാരി എടുത്ത പ്രേതത്തിനെ കൊണ്ടുവന്നാൽ എവിടെയെങ്കിലും പോയില്ല. മൊത്തം സ്ട്രീറ്റ് ലൈറ്റ് ആയി, ആളുകളൊക്കെ എന്താണ് കുറച്ചുകൂടെ അല്ലെ വെളിച്ചത്തിൽ ജീവിക്കാൻ തുടങ്ങി. അപ്പോൾ വെള്ള സാരിക്കൊന്നും പ്രാധാന്യം ഇല്ലാതായപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ചതുർമുഖം എന്ന് പറയുന്ന സിനിമ അല്ലെങ്കിൽ പ്രേതം എന്ന് പറയുന്ന തന്നെ സിനിമ എങ്ങനെയാ വന്നത്, നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ടെക്നോളജിയിലാണ്. ചതുർമുഖത്തിൽ മഞ്ജുവാര്യരുടെ ഫോണിലാണ് എന്ത് ചെയ്തത്, പ്രേതം വന്നിട്ടുള്ളത് അല്ലെ. അപ്പോൾ കാലത്തിനനുസരിച്ച് എന്ത് ചെയ്യാണ്, ഈ പറയുന്ന വിഷയത്തിലുമൊക്കെ മാറ്റം സംഭവിക്കുകയാണ് അല്ലെ. അപ്പോൾ ഓരോ കാലഘട്ടത്തെയും എന്ത് ചെയ്യുന്നുണ്ട്, സിനിമ അടയാളപ്പെടുത്തുന്നുണ്ട് എന്നാണ് ടീച്ചർ പറഞ്ഞത്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആയിട്ട് മക്കൾ ഓർത്ത് വെക്കണം. അപ്പോൾ ഈ ഒരു കവിതയിൽ അല്ലെ, ഈ ഒരു സിനിമാ പാട്ടില് നിഷ്കളങ്കമായിട്ടുള്ള ഗ്രാമീണ ചിത്രമാണ്, ഒരു ഗ്രാമത്തിന്റെ ഒരു നേർ ചിത്രമാണ് കേട്ടോ. ഇതൊക്കെ നമുക്ക് എഴുതേണ്ടതാണ്, പരീക്ഷയ്ക്ക് ചോദിക്കുന്ന കാര്യങ്ങളാണ്. ഒരു ഗ്രാമീണ ജീവിതത്തിന്റെ നേർ ചിത്രങ്ങളാണ് ഇവിടെ കാണുന്നത് കായലരികത്ത് എന്ന് പറയുന്ന പാട്ടിൽ നമ്മൾ കാണുന്നത് കേട്ടോ. അപ്പോൾ അതായത് പുതിയ കാലത്തെ സാങ്കേതിക വിദ്യകളൊന്നും ഉപയോഗിക്കാതെ അല്ലെ, ഒരു നാട്ടുംപുറം, ഒരു ചായക്കട അല്ലെ, ആ ചായക്കടയിൽ ഇരുന്ന് വല നെയ്യുന്ന നായകൻ, അയാൾ തന്നെ പാട്ട് പാടുന്നു, ഒരുപാട് ആളുകൾ ആ ചായക്കടയിൽ വന്നു പോകുന്നു, സംസാരിക്കുന്നു അല്ലെ. അപ്പോൾ ചായക്കട എന്നൊക്കെ പറയുന്നത് ഒരു ഗ്രാമത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട, ഇന്ന് നമുക്ക് അങ്ങനെയല്ല, പണ്ട് കാലത്ത് ആളുകൾ ചർച്ച ചെയ്യുന്നത്
രാഷ്ട്രീയ പ്രശ്നങ്ങൾ അല്ലെ ഡിസ്കസ് ചെയ്തിരുന്നത്. അങ്ങനെ ആളുകൾ തമ്മിൽ ഏറ്റവും സാമൂഹികമായിട്ടുള്ള എന്താ പറയുക പ്രധാനപ്പെട്ട ഒരു ഇടം എന്ന് പറയുന്ന ചായക്കടകളാണ്. സിനിമാ പോസ്റ്ററൊക്കെ ഒട്ടിക്കുന്ന ചായക്കട. ഇപ്പോൾ പല സിനിമയിലും ചായക്കട എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കേന്ദ്രമാകുന്നത് എന്തുകൊണ്ടാണ്? നാട്ടുപുറങ്ങളിൽ ആളുകൾ ഏറ്റവും കൂടുതൽ വന്നു പോകുന്ന ഇടം, വെറുതെ ഇരുന്ന് ചായ കുടിച്ച് കത്തിയടിച്ച് ആളുകളുടെ കുറ്റം കുറവൊക്കെ പറഞ്ഞിരിക്കുന്ന ഒരു ഇടമായിട്ട് എന്ത് മാറാറുണ്ട്? പലപ്പോഴും ചായക്കടകൾ മാറാറുണ്ട്. അപ്പം അത് തന്നെയാണ് ഒരു ചായക്കട എന്ത് ചെയ്തിരിക്കുന്നത് ചിത്രത്തിൽ ഒരു അല്ലെ പ്രധാനപ്പെട്ട ഒരു ഭാഗമായി മാറ്റിയിരിക്കുന്നത് അല്ലെ. അപ്പം ഇന്നത്തെ സിനിമയിലൊക്കെ എന്താണ്, ഇപ്പൊ നാട്ടും പുറത്ത് നടക്കുന്ന ഒരു കഥയാണെങ്കിലും അല്ലെ, നായകനും നായിക എവിടെ പോകും? അങ്ങ് സ്വിറ്റ്സർലാൻഡിലോ അല്ലെങ്കിൽ അങ്ങ് അല്ലെ എവിടെ അമേരിക്കയിലോ അല്ലെങ്കിൽ കാനഡയിലൊക്കെ പോയിട്ട് എന്ത് ചെയ്യോ അല്ലെ. അപ്പോഴത്തേക്ക് കുറേ ചേച്ചിമാരും വരും അല്ലെ, ഒരേ കളർ ഡ്രസ്സൊക്കെ പണ്ടത്തെ സിനിമയിലാണ്, പ്രിയദർശന്റെയോ അല്ലെ ഒക്കെ സിനിമകളിലാണ് ഒരേപോലത്തെ ഡ്രസ്സൊക്കെ ഇട്ട് മാണിക്കച്ചെമ്പഴുക്ക അല്ലെ, ആ പാട്ടൊക്കെ കണ്ടിട്ടില്ലേ? ഒരുപോലത്തെ ഗ്രൂപ്പ് ഡാൻസിന്റെ ചേച്ചിമാരൊക്കെ എവിടെ നിന്നൊന്നും അറിയില്ല, കുറേ ആൾക്കാർ ഓടി വരും. നായികയും കൂടെ പ്രണയത്തിലാകുമ്പോഴത്തേക്ക് പിന്നെ അവിടെ പാട്ട് ഡാൻസ്, ഒറ്റ പാട്ടിൽ തന്നെ ചിലപ്പോൾ എന്ത് ചെയ്യും, കുട്ടികളായിരിക്കും, കല്യാണം കഴിക്കും അല്ലെ, ചിലപ്പോൾ പ്രസവിക്കും, ചിലപ്പോൾ മരിച്ചു. അങ്ങനെ ഒരു സ്റ്റോറി തന്നെ ഒരു സിനിമയിൽ എന്ത് ചെയ്യും, ഒരു പാട്ടിലൂടെ നമുക്ക് കാണിക്കാൻ പറ്റും അല്ലെ. അപ്പൊ ഈ അതിഭാവുകത്വമൊക്കെ ഉണ്ട്. പഴയ സിനിമകളിൽ എങ്ങനെയാണ് ഭയങ്കരമായിട്ട് ഇങ്ങനെയുള്ള അഭിനയങ്ങളൊക്കെ ഉണ്ട് അല്ലെ. കാരണം നാടകങ്ങളിൽ നിന്ന് വന്ന ആളുകളൊക്കെ ആയതുകൊണ്ട് ഓവറായിട്ടുള്ള അഭിനയ രീതിയൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഈ അഭിനയ രംഗത്ത് സിനിമയിൽ പണ്ടത്തെ കാലത്തിലെ കരയെന്നൊക്കെ കണ്ടാൽ നമുക്ക് സങ്കടം വരും, അമ്മാതിരി കരച്ചിലാണ് അല്ലെ. ചിരിയാണെങ്കിൽ അങ്ങനെ, കരച്ചിലാണെങ്കിൽ അങ്ങനെ, ഓവറായിട്ടുള്ള അഭിനയമൊക്കെ ഇവിടെ കാണാൻ പറ്റും പഴയ കാലത്തെ സിനിമകളിൽ. കാരണം അന്ന് അധികം ആളുകളും നാടകത്തു നിന്നൊക്കെ വന്ന ആളുകളാണ്. അപ്പൊ നാടകം അഭിനയിക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം, വേദിയിൽ നാടകം അഭിനയിക്കും ബാക്കിൽ നിൽക്കുന്ന ആളുകൾക്ക് വരെ കാണണം അല്ലെ, കേൾക്കണം. അപ്പൊ അതുകൊണ്ട് അവര് അങ്ങനെ അത്രയും ഓവറായിട്ടാണ് ചെയ്യുക. അപ്പൊ അങ്ങനെയുള്ള നടിമാരൊക്കെ വന്നതുകൊണ്ട് പിന്നെ അത്തരം സംവിധായകരൊക്കെ ആയിരുന്നു ആ കാലത്ത് ഉണ്ടായിരുന്നത്. അപ്പൊ ആ തരത്തിലുള്ള ഒരു ഓവർ ആക്ടിങ് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അതിഭാവുകത്വമൊക്കെ കലർന്നിട്ടുള്ള അഭിനയ രീതിയൊക്കെ പഴയ ഗാനരംഗങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും. അതേപോലെ ഏറ്റവും ലളിതമായ രീതിയിലായിരുന്നു എന്ത് ചെയ്തത്, ഈ കായലരികത്ത് എന്ന് പറയുന്ന പാട്ട് അല്ലെ, ഈ ഒരു ഗാനം ആ സിനിമയിൽ കൊണ്ടുവന്നത്. അപ്പോൾ വേറൊരു പ്രധാനപ്പെട്ട ഒരു സവിശേഷത എന്ന് പറയുന്നത് മലയാള തനിമയുള്ള പദങ്ങളാണ്, നാടൻ രീതിയിലാണ്. ഓക്കെ. അപ്പൊ അതുവരെ ശാസ്ത്രീയ സംഗീതത്തിന് പ്രാധാന്യം കൊടുത്തിരുന്ന, അതുവരെയുള്ള പാട്ടുകളിൽ സിനിമകളിലൊക്കെ എന്താണ് അങ്ങനെയുള്ള ശാസ്ത്രീയം ഈ അങ്ങനെയൊക്കെ പറയുന്ന അങ്ങനെ ഭയങ്കരമായിട്ടുള്ള സംഗതികൾക്കും താളത്തിനും ബോധത്തിനും ഒക്കെ പ്രാധാന്യം കൊടുത്തിരുന്ന പാട്ടുകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് രാഘവമാഷ് എന്ത് ചെയ്താണ്, അല്ലെങ്കിൽ നമ്മുടെ അല്ലെ അദ്ദേഹം എന്ത് ചെയ്തു, വളരെ ലളിതമായിട്ട് ആളുകൾ സംസാരിക്കുന്ന രീതിയിൽ നാടൻ പദങ്ങൾ, പ്രയോഗങ്ങൾ, ഏറ്റവും കേരളീയമായിട്ടുള്ള പദങ്ങൾ, നമ്മുടെ സാമൂഹ്യ ജീവിതത്തെ അടയാളപ്പെടുത്തുന്ന കാര്യങ്ങളൊക്കെയാണ് എന്ത് ചെയ്തിരിക്കുന്നത് ഈ ഒരു പാട്ടിൽ കൊണ്ടുവന്നിട്ടുള്ളത്. പാട്ടെടുക്കുന്ന സമയത്ത് ടീച്ചർ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. അപ്പൊ ഇങ്ങനെ 1954 കേട്ടോ നീലക്കുയിൽ എന്ന് പറയുന്ന ചിത്രം പുറത്തിറങ്ങിയിട്ടുള്ളത്. എപ്പോഴാണ്? 1954 അപ്പൊ അത് 1954 ഇറങ്ങിയൊരു ചിത്രം ഇന്ന് 2024 അല്ലെ. 2024 എന്ത് ചെയ്യണോ, നമ്മൾ ആ സിനിമയെ ചർച്ച ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ തന്നെ അതിന്റെ പ്രാധാന്യം ഇല്ലേ അല്ലെ. അത്രമേൽ കാലത്തെ ജീവിച്ചിരിക്കുന്ന അല്ലെങ്കിൽ അതിജീവിച്ചിരിക്കുന്ന ഒരു സിനിമയാണ് ഇതെന്ന് പറയുന്നത് നീലക്കുയിൽ. അതിലെ പാട്ടുകളാണ് അല്ല, ഇപ്പോൾ ഓരോ സിനിമയെ അടയാളപ്പെടുത്തുന്നതിൽ അതിൽ പാട്ടുകൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. അപ്പോൾ പാട്ടുകൾ വേണ്ട, നിങ്ങൾ മറ്റേ ഈ സിനിമ പഠിച്ചിട്ടുണ്ട് അല്ലേ, 9ാം ക്ലാസ്സിൽ കൊടിയേറ്റം എന്ന് പറയുന്ന ഒരു പാഠം നിങ്ങൾ പഠിച്ചതോർക്കുന്നുണ്ടോ മക്കള്? ആ കൊടിയേറ്റത്തിന് നിങ്ങളോട് അന്ന് പറഞ്ഞു തന്നിരിക്കണം ടീച്ചർമാർ അല്ലേ. അതിന് പശ്ചാത്തല സംഗീതമൊന്നും അടൂര് കൊടുത്തിട്ടില്ല. അടൂർ ഗോപാലകൃഷ്ണൻ അദ്ദേഹത്തിന്റെ സിനിമകളിൽ ഇങ്ങനെ പാട്ടുകളൊന്നും കൊടുക്കാറില്ല. കാരണം അദ്ദേഹം എടുത്തിരിക്കുന്നത് റിയലിസ്റ്റിക് ആയിട്ടുള്ള സിനിമകളാണ്, യഥാർത്ഥ ജീവിതങ്ങളെയാണ് എന്ത് ചെയ്തിരിക്കുന്നത് സിനിമയിൽ കൊണ്ടുവന്നത്. അപ്പോൾ യഥാർത്ഥ ജീവിതത്തിൽ പാട്ടും കഥയും ഡാൻസും പാട്ടൊന്നും ഉണ്ടാവില്ല. അപ്പം അതുകൊണ്ട് തന്നെ അദ്ദേഹം പശ്ചാത്തല സംഗീതമായിട്ട് ആ കൊടിയേറ്റ് എന്ന് പറയുന്ന തിരക്കഥ വായിച്ച് നിങ്ങൾക്ക് അറിയാം എന്താണ്, പശുവിന്റെ കരച്ചില്, കാക്കയുടെ കരച്ചില്, ഇങ്ങനെ വണ്ടി പോകുന്ന ശബ്ദം, ഹോണടികൾ, ഇതൊക്കെയാണ് എന്ത് ചെയ്തത് അതിന്റെ പശ്ചാത്തല സംഗീതമായിട്ട് കൊടുത്തിരുന്നത് അല്ലെ. അപ്പം ഇത്തരത്തിലുള്ള സിനിമകൾ റിയലിസ്റ്റിക് ആയിട്ടുള്ള അവാർഡ് പടങ്ങളിലൊക്കെ എന്ത് ചെയ്യാറുണ്ട്, പാട്ടുകൾ വേണ്ട, നിർബന്ധമല്ല എന്നൊക്കെ പറയും. പക്ഷെ പാട്ടുകൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഒന്ന് എൻജോയ് ചെയ്യാനല്ലേ സിനിമ കാണാൻ പോകുന്നത് അല്ലെ. പാട്ടുകൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ്. ഇപ്പോൾ ഒരു പാട്ടിലേക്ക് മാത്രം എന്ത് ചെയ്യാറുണ്ട്, ഇപ്പോൾ മലയാളത്തിൽ പല സിനിമകൾ, ഇപ്പോൾ വലിയ ഇപ്പൊ തമന്നയൊക്കെ അല്ലെ, തമന്നയൊക്കെ ഒരു സിനിമയിൽ നായികയൊന്നും ആവണമെന്നില്ല, അവർ ഗസ്റ്റ് റോളിൽ വന്നിട്ട് ഒരു പാട്ടിന് കോടികൾ വാങ്ങിപ്പോകും. ഇപ്പൊ നമ്മൾക്ക് സണ്ണി ലിയോണൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മളുടെ മമ്മൂട്ടിയുടെ സിനിമയിൽ വന്നിട്ട് സണ്ണി ലിയോണ സിനിമയുമായിട്ട് യാതൊരു ബന്ധവുമില്ല, പക്ഷെ ആ സിനിമയ്ക്ക് അത് ആവശ്യമായിരുന്നു ആ പാട്ട് അല്ലെ. അവരെ പോലെ പോപ്പുലർ ആയിട്ടുള്ള ഒരു നായിക വന്നത് ചെയ്യണമായിരുന്നു. അതേപോലെ പല പാട്ടുകളും അല്ലെ, ഇങ്ങനെ ഒരുപാട് ഐറ്റം പാട്ടുകളൊക്കെ നമ്മുടെ സിനിമയിൽ, മലയാള സിനിമയിലും ഉണ്ടാവാറുണ്ട് അല്ലെ. നമ്മുടെ ഏത് സിനിമയായിരുന്നു, ജോസിനെ പാടിയൊരു സിനിമ ഉണ്ടല്ലോ, മറ്റേ ഇതിനകത്ത് ലൂസിഫറിലുള്ള ഒരു പാട്ട് എന്തായിരുന്നു, മറന്നുപോയി ടീച്ചർ, നിങ്ങൾ കമന്റ് ചെയ്യണം. അപ്പോൾ ആ പാട്ടുകളൊക്കെ അത്തരം ഡാൻസുകൾ, പാട്ട് എന്നൊക്കെ പറയുന്നത് ഏറ്റവും ഹിറ്റ് ആയിട്ടുണ്ട് അല്ലേ.
ബാക്ക്ഗ്രൗണ്ട് സ്കോറുകൾ. അപ്പോൾ ഒരു സിനിമയെ പോപ്പുലർ ആക്കുന്നതിൽ ആളുകൾ അത് എന്താ പറയുക എൻജോയ് ചെയ്യുന്നതിൽ അത്തരം ഘടകങ്ങളൊക്കെ ആവശ്യമാണ് അല്ലെ. ഇപ്പോൾ ഒരു സിനിമയിൽ ഒരു കഥ 5 മണിക്കൂറില്ലെങ്കിൽ നീണ്ടുപോയേക്കാവുന്ന സിനിമയുടെ ഒരു പ്രധാനപ്പെട്ട കഥ എന്ത് ചെയ്യാം, ഒരു പാട്ടിലൂടെ. ഇപ്പോൾ ഒരു കുട്ടി വളരുന്നത് ചിലപ്പോൾ എന്ത് ചെയ്യാം, ഒരു പാട്ടിലൂടെ കാണിക്കാം. അപ്പോൾ സിനിമയ്ക്ക് അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ സിനിമകൾക്ക് പുതിയ കാലത്ത് തീർച്ചയായിട്ടും എന്താവശ്യമാണ്, പാട്ടുകൾ ആവശ്യമാണ് എന്ന് കൂടെ നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ആ കാലഘട്ടത്തിൽ അല്ലേ പാട്ടുകളുടെ സവിശേഷതകൾ കൊണ്ടാണ് എന്ത് ചെയ്തത് ഈ നീലക്കുയിൽ എന്ന് പറയുന്ന ചിത്രം 2024 ഇത്രയും പോപ്പുലറായിട്ട് നിലനിൽക്കുന്നത്. നമുക്ക് ആലോചിക്കുക, ശാസ്ത്രീയ സംഗീത വഴിയിലായിരുന്നു ആ കാലഘട്ടത്തിൽ. ടീച്ചർ പറഞ്ഞില്ലേ അന്നത്തെ സിനിമകളിലൊക്കെ ഇങ്ങനെ ശാസ്ത്രീയ രീതിയിലുള്ള പാട്ടുകളൊക്കെയാണ് വന്നതെങ്കിൽ ആദ്യമായിട്ടാണ് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്ത് ചെയ്യുന്നത് ഒരു നാടൻ രീതിയിലുള്ള പാട്ടുകളൊക്കെ വരുന്നത് കേട്ടോ. സിനിമാ പാട്ടുകളെ സാധാരണക്കാരൻ്റെ പാട്ടുകളാക്കിയത് എന്താണ്, ഈ ചിത്രത്തിലെ ഗാനങ്ങളാണ്. ആളുകൾ ഏറ്റുപാടാൻ തുടങ്ങിയത്. പണ്ടൊക്കെ പുസ്തകങ്ങളുണ്ട്, ആ സിനിമാ പാട്ടിൻ്റെ പുസ്തകം, അതൊക്കെ വാങ്ങിയ ആളുകൾ ഈ പാട്ടുകൾ പാടുക. അങ്ങനെ രസമായിട്ട് ആളുകൾ ഇപ്പം അച്ഛനും അമ്മമ്മയോടൊക്കെ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് പണ്ടത്തെ പാട്ടുകളൊക്കെ അവർ പാടും. അപ്പം അങ്ങനെ ആ പാട്ടുകൾ നമ്മുടെ ഒരു കൾച്ചറിൻ്റെ ഭാഗമായത് യഥാർത്ഥത്തിൽ ഈ ഒരു സിനിമയിൽ പാട്ട് വന്നതോടുകൂടെയാണ് എന്നാണ് പറയുന്നത് കേട്ടോ. പിന്നെ പി ഭാസ്കരൻ എഴുതിയ ലളിത മനോഹരമായിട്ടുള്ള വരികൾ എപ്പോഴും അല്ലേ, അത് നമുക്ക് ഇപ്പം ഇങ്ങൾക്ക് പോലും അറിയായിരിക്കും. ഈ വരികൾ കേട്ടാൽ ഇപ്പോഴും ഈ കാലത്തിരിക്കുന്ന മക്കൾക്ക് പോലും അത് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലേ. അപ്പം അത്ര ലളിതമായിട്ടുള്ള വരികളാണ്, അതിന് നാട്ടു സംഗീതമാണ് നൽകിയിരിക്കുന്നത്. അതൊക്കെയാണ് ആ ഗാനത്തിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ എന്ന് മക്കൾ ആലോചിക്കുക കേട്ടോ. പിന്നെ കായലരികത്ത് എന്ന ഗാനത്തിൻ്റെ രംഗം അല്ലെ മനുഷ്യരുടെ സാധാരണക്കാരുടെ മനുഷ്യരുടെ ഭാഷയാണ്. കുറി വെക്കുക അല്ലെ, അതേപോലെ എന്താണ് നറുക്കെടുക്കുക അല്ലെ, കല്യാണം അല്ലെ, ആ ഒരു നാട്ടുംപുറത്തിന്റെ മനോഹാരിതയാണ് എന്ത് ചെയ്തിരിക്കുന്നത് ഈ വരികളിലുടനീളം നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതേപോലെ അവരുടെ അഭിലാഷങ്ങളെ, അനുഭൂതികളെ, ആഗ്രഹങ്ങളെ, സാധാരണക്കാരായ പാവപ്പെട്ട മനുഷ്യരുടെ അനുഭൂതികളെയും അഭിലാഷങ്ങളെയും ഒക്കെയാണ് എന്ത് ചെയ്തിരിക്കുന്നത് വരികളിൽ നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ. അതിനുപയോഗിച്ച മാപ്പിളപ്പാട്ടിൻ്റെ ഈണം ഏത് ഈണത്തിലാണ്, മാപ്പിളപ്പാട്ടിൻ്റെ ഈണത്തിലാണ് എന്ത് ചെയ്തിരിക്കുന്നത് ഈ ഒരു അല്ലേ പാട്ട്. കേരളം മുഴുവൻ അന്നും ഇന്നും ഏറ്റുപാടിക്കൊണ്ടിരിക്കുന്ന ഒരു വരികളാണെന്ന് ആലോചിക്കുക കേട്ടോ. ആ ഒരു ഈണമാണ് കുറച്ചുകൂടെ എന്ത് ചെയ്തിരിക്കുന്നത് ആ പാട്ടിനെ പോപ്പുലർ ആക്കിയെന്ന് ആലോചിക്കുക. മതനിരപേക്ഷ സംസ്കാരം അല്ലെ, കേരളത്തിന്റെ എല്ലാ ജാതി മതങ്ങൾക്ക് അപ്പുറത്തുമുള്ള മാനുഷിക മൂല്യങ്ങളെയാണ് എന്ത് ചെയ്യുന്നത് ഈ പാട്ടും എന്ത് ചെയ്യുന്നത് ചേർത്ത് വെക്കുന്നതെന്ന് ആലോചിക്കുക. അങ്ങനെ നമ്മളുടെ സാഹിത്യത്തിൽ അല്ലെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ഭാഗമായിട്ട് ഈ ഒരു പാട്ട് മാറി എന്നുള്ളതാണ്. അപ്പൊ അത്രയും സവിശേഷതകളുള്ള ഒരു ഗാനമാണ് ഏത് കായലരികത്ത് എന്ന് പറയുന്ന പാട്ട്. സാധാരണക്കാരൻ്റെ ഭാഷയാണ്, സാധാരണക്കാരൻ്റെ സംഗീതമാണ്, സാധാരണക്കാരൻ്റെ ജീവിത പരിസരമാണ്, അവൻ്റെ ജീവിതത്തിൻ്റെ ചൂടും ചൂരും ഉൾക്കൊള്ളുന്ന കൽപ്പനകളാണ് അവൻ്റെ ജീവിതത്തിൽ അല്ലേ. നാട്ടുംപുറങ്ങൾ ഇപ്പോൾ KSF ചിട്ടിയൊക്കെ ആയിരിക്കും നമ്മൾ കേട്ടത് അല്ലേ. അതല്ലാതെ നാട്ടുംപുറങ്ങളിൽ ഇങ്ങനെ കുറി വെക്കുക, പൈസ കുറച്ച് കുറച്ചായിട്ട് വെക്കുക, അത് നറുക്കിട്ടിട്ട് അതൊരാൾക്ക് കൊടുക്കുക, അടുത്ത മാസം വീണ്ടും എല്ലാ അങ്ങനെയുള്ള രീതികളൊക്കെ ഉണ്ട്, ചില സാമ്പത്തിക ഇടപാടുകളൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഏറ്റവും സാധാരണക്കാരായ ആളുകൾ ചെയ്യുന്നതാണ്. അപ്പോൾ അതൊക്കെ കവിതയിൽ കൊണ്ടുവന്ന് ഏറ്റവും സാധാരണക്കാരൻ്റെ ജീവിത പരിസരത്തെ എന്ത് ചെയ്യാണ് ഈ പാട്ടിലൂടെ അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഗാനത്തിൻ്റെ സവിശേഷതകളായിട്ട് ഓർത്തു വെക്കേണ്ട എസ്സേ ചോദ്യമാണ് കേട്ടോ. ഈ പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് പരീക്ഷയിൽ ആവശ്യമുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ്. ഇനി നമുക്ക് പാട്ട് നോക്കാം അല്ലെ. കായലരികത്ത് വലയെറിഞ്ഞപ്പം വളകിലുക്കിയ സുന്ദരി. ബാക്കി ഞാൻ പാടുന്നില്ല, പറയാം ഞാൻ. അത്ര മനോഹരമായിട്ടുള്ള പാട്ടായത് നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ അതുകൊണ്ട് ഞാൻ അതിനുള്ള ശ്രമം അല്ലെ മുതിരുന്നില്ല, ഞാൻ ബോറടിപ്പിക്കുന്നില്ല നിങ്ങളെ. അപ്പൊ പാട്ടിന്റെ ഈണം അതാണെന്ന് നിങ്ങൾ ആലോചിക്കാം അല്ലെ. ഒരു നായകനാണ്, മൂപ്പർ എന്ത് ചെയ്യുന്നു, ഇങ്ങനെ വല നെയ്യാണ്. അപ്പൊ വല നെയ്യുമ്പോൾ പറയാണ് കായലരികത്ത് വലയെറിഞ്ഞപ്പോൾ വളകിലിക്കിയ സുന്ദരി. കാമുകിനോട് പറയാണ് അല്ലെ, എന്താണ് പെണ്ണ് കെട്ടിന് കുറിയെടുക്കുമ്പോൾ ഒരു നറുക്കിന് ചേർക്കണേ എന്ന് പറയുന്നു അല്ലെ. കണ്ണിനാലെൻ്റെ കരളിനൊരുളിയിൽ എണ്ണ കാച്ചിയ നൊമ്പരം തന്നെ ആയിരിക്കും അല്ലെ ട്യൂണൊക്കെ. പാടുമ്പോൾ വേറെ ട്യൂണൊക്കെ ആയിപ്പോ. അപ്പൊ എന്താണ് കണ്ണുകൊണ്ടല്ലേ ആ കാമുകി ഇങ്ങനെ കണ്ണുകൊണ്ട് നോക്കുന്ന സമയത്ത് എന്താണ് കരളിന്റെ ഉരുളിയിൽ എന്താണ് എണ്ണ കാച്ചി, എണ്ണ ഇങ്ങനെ കച്ചുമ്പോൾ എണ്ണ ഇങ്ങനെ പൊട്ടിത്തെറിക്കും അല്ലെ. അപ്പൊ കാമുകി ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഇയാളുടെ ഉള്ളിൽ എന്താണ് ഇങ്ങനെ എണ്ണ കാച്ചുന്നത് പോലെ എന്ത് ചെയ്യാണ്, മറ്റേ മഞ്ഞ് വീഴുന്ന സുഖം എന്നൊക്കെ ആര് പറഞ്ഞിട്ടുണ്ട്, നമ്മളുടെ ആരായിരുന്നടാ ഓം ശാന്തി ഓശാനയിൽ പൂജ പറയുന്നുണ്ട് അല്ലെ. അപ്പൊ അതേപോലെ എന്ത് ചെയ്യാണ് ഒരു ലഡ് പൊട്ടുകയാണ് ആരുടെ ഉള്ളില്, കരളിന്റെ ഉരുളിയിൽ എണ്ണ കാച്ചുന്ന നൊമ്പരമായിട്ട് ആർക്ക് ഫീൽ ചെയ്യുന്നു, നമ്മളുടെ വല നെയ്യുന്ന നായകന് ഫീൽ ചെയ്യാണ്. പിന്നെയോ ഞാൻ മുതിരുന്നില്ല. കൽബറിഞ്ഞപ്പോൾ ഇന്നും നമ്മൾ കയറു പൊട്ടിയ പമ്പരം. ഈ പെണ്ണിന് ഇഷ്ടം അറിഞ്ഞപ്പോൾ എന്താ എൻ്റെ അവസ്ഥ, അങ്ങനെ കയറു പൊട്ടിയ പമ്പരം പോലെ. പമ്പരത്തിന്റെ പ്രത്യേകത എന്താ, ഇങ്ങനെ കറങ്ങും അല്ലേ. അപ്പൊ ആനന്ദ തുന്തിലനായിട്ട് അത്രയും സന്തോഷം വന്നിട്ട് എന്ത് ചെയ്യാണ് കയറു പൊട്ടിയ പമ്പരം പോലെ ഇങ്ങനെ കിടന്ന് കറങ്ങുകയാണ് ആര്, നമ്മളുടെ നായകൻ എന്ന് പറയാണ് അല്ലെ. ചേറിൽ നിന്ന് വളർന്നു പൊന്തിയ
ഹൂറി നിന്നുടെ കൈയിനാൽ, അല്ലെ, ചേറിൽ നിന്ന് വളർന്നു പൊന്തിയ ഹൂറി. അപ്പൊ ചേറിൽ നിന്ന് വളർന്നു പൊന്തുന്ന എന്താണ്? താമര, ഭംഗിയുള്ള പൂവിനെയാണ്, അല്ലെ, ചേറിൽ നിന്നാണ് വളരുക. അപ്പൊ അതേപോലെ നായികയുടെ എന്താ പറയാ, ദാരിദ്ര്യപൂർണമായ അല്ലെങ്കിൽ മോശം അവസ്ഥയെ കുറിച്ചൊക്കെയാണ് പറയുന്നത്, അല്ലെ. അവളുടെ കൈയിനാൽ, ഹൂറി സുന്ദരിയായ നിന്റെ കൈയിനാൽ എന്താണ്? നെയ്ച്ചോറ് വെച്ചത് തിന്നുവാൻ കൊതിയേറെയുണ്ടൻ നെഞ്ചിലായി. എന്താ പറയുന്നത്? ഇത്രയും സുന്ദരിയായ നിന്റെ കൈ കൊണ്ട് ചോറ് വെച്ചിട്ട്, എന്ത് ചോറാ? നെയ്ച്ചോറ് വെച്ച് തിന്നാനാണ് എനിക്ക് കൊതി, അല്ലെ, എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് എന്ത് ചെയ്യാണ്? വികാര പരിവശനായിട്ടല്ലേ, അത്രയും പ്രണയാതുരായിട്ട് ആര് പാടുകയാണ്? നമ്മളുടെ നായകൻ പാടുകയാണ്. പിന്നെയോ, വമ്പെഴും നിന്റെ പുരികക്കൊടിയുടെ അമ്പ് കൊണ്ട് ഞരമ്പുകൾ കമ്പൊടിഞ്ഞൊരു ശീലക്കുടയുടെ കമ്പി പോലെ വളഞ്ഞു പോയി, അല്ലെ. എന്ത് പറയുന്നു? നാടൻ പ്രയോഗങ്ങളാണ്, നാട്ടുമ്പുറത്തുള്ള ആളുകൾക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള അവരുടെ ജീവിത പരിസരവുമായി ബന്ധപ്പെടുന്ന സൂചനകളാണ് തന്നിരിക്കുന്നത് കേട്ടോ. വമ്പെഴും നിന്റെ ഭംഗിയുള്ള പുരികക്കൊടി, അല്ലെ, പുരികക്കൊടിയുടെ അമ്പ്, അതായത് ഇതിന്റെ നോട്ടം കൊണ്ട് എന്താണ്? എൻ്റെ ഞരമ്പുകൾ എന്തായിപ്പോയി? ഒടിഞ്ഞ കൊടേന്റെ ശീല പോലെ. ഒടിഞ്ഞ കൊട പിന്നെ നീരൂലല്ലോ, അതുപോലെ ഞരമ്പൊക്കെ എന്ത് ചെയ്തു? നിന്റെ നോട്ടം കൊണ്ടങ്ങ് കമ്പി പോലെ വലിഞ്ഞു പോയി എന്നാണ് എന്ത് ചെയ്യുന്നത്? നായകൻ പാടുന്നത് കേട്ടോ. കുടവുമായി പുഴ കടവിൽ വന്നെന്നെ തടവിലാക്കിയ പൈങ്കിളി. നീ വെള്ളം എടുക്കാൻ വേണ്ടി, ചില അന്നൊക്കെ എല്ലാ വീട്ടിലും കിണറൊന്നുണ്ടാവില്ല, ഇങ്ങനെയുള്ള ജലാശയങ്ങളിൽ നോക്കിയാണ് വെള്ളം എടുക്കുക. അപ്പൊ കുടവ് എടുത്തിട്ട്, പാത്രം എടുത്തിട്ട് എന്ത് ചെയ്യാണ്? പുഴക്കരയിൽ നീ വെള്ളം എടുക്കാൻ വന്നപ്പോഴാണ് എന്ത് ചെയ്തത്? എന്നെ വളച്ചത്, എന്നെ തടവിലാക്കിയതെന്ന് പറയാണ്, അല്ലെ. ഒടുവിലായ എന്നെ സങ്കടപ്പുഴ നടുവിലാക്കരുത് ഈ കളി. അവസാനം എന്നെ കൊണ്ടിട്ട് പുഴേന്റെ സങ്കടക്കടലിന്റെ നടുക്കാക്കരുത്, അതായത് എന്നെ തേച്ച് കളയരുത്, അല്ലെ. അങ്ങനെയാണ്. വേറെയാണ് വിചാരമെങ്കിൽ നേരമായത് ചൊല്ലുവാൻ. നിനക്ക് വേറെന്തെങ്കിലും തരത്തിലുള്ള വിചാരമാണ്, അല്ലെ, അങ്ങ് പറ്റിച്ചിട്ട് പോകാനുള്ള വിചാരമൊക്കെയാണ് നിന്റെ മനസ്സിലെങ്കിൽ നീ എന്ത് ചെയ്യണം? അതെന്നോട് നേരത്തെ പറഞ്ഞു കളയണം എന്നാര് പറയാണ്? കവി നായികയോട് പറയാണ്, അല്ലെ. എന്താ പറയുന്നത്? ഒടുവിലീ എന്നെ സങ്കടപ്പുഴ നടുവിലാക്കരുത് ഈ കളി, അല്ലെ. എന്നെ സങ്കടപ്പുഴയുടെ നടുവിലാക്കാൻ വേണ്ടി ചാവരുതെന്ത് ഈ കളിയൊന്നും, അല്ലെ. എന്നെ തേച്ച് കളയരുത്, എന്നെ എന്ത് ചെയ്യരുത്? പറ്റിച്ച് കളയരുത്, എന്നെ സങ്കടപ്പുഴയുടെ നടുവിൽ കൊണ്ടുപോയിട്ട് ഇടരുത് എന്നൊക്കെയാണ് എന്ത് ചെയ്യുന്നത്? കവി നായികയോട് പറയുന്നത്. പിന്നെയോ, വേറെയാണ് വിചാരമെങ്കിൽ നേരമായി അതങ്ങ് മര്യാദയ്ക്ക് പറയണം, അല്ലെ. നിങ്ങൾക്ക് മെസ്സേജ് ഒക്കെ അയക്കാണ്ടെങ്കിൽ അയക്കാം, അല്ലെ. എന്താണ്? ഒടുവിൽ എന്നെ സങ്കടപ്പുഴ നടുവിലാക്കരുത് ഈ കളി എന്നൊക്കെ നമുക്ക് പറയാം കേട്ടോ. വേറെയാണ് വിചാരമെങ്കിൽ, അല്ലെ, റീലൊക്കെ അയച്ചു കൊടുത്താൽ മതി, അല്ലെ. ഈ പാട്ടൊക്കെ തപ്പി പിടിച്ചിട്ട് റീലൊക്കെ അയക്കാം. വെറുതെ പറഞ്ഞാണ്. വെറുതെ ഞാൻ എന്തിനെരിയും വെയിലത്ത് കയ്യിലും കുത്തി നടക്കണേ, ഞാൻ എന്തിനാണ് വെറുതെ ഈ പൊരി വെയിലത്ത് കയ്യിലും കുത്തി നടക്കുന്നത്? എനിക്ക് വേറെ വല്ല വിചാരം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? എന്നോട് നേരത്തെ തന്നെ പറയണം എന്നാര് പറയാണ്? നമ്മളുടെ നായകൻ നായികയോട് പറയാണ് കേട്ടോ. അപ്പൊ ഇങ്ങനെ വളരെ മനോഹരമായിട്ടുള്ള നിഷ്കളങ്കമായ ഗ്രാമീണ ജീവിത ചിത്രങ്ങളാണ് എന്ത് ചെയ്തിരിക്കുന്നത്? നമ്മളുടെ ഈ ഒരു പാട്ടിൽ, അല്ലെ, ഈ ഒരു ഗാനത്തിൽ എന്ത് ചെയ്തിരിക്കുന്നത്? നമ്മുടെ എഴുത്തുകാർ പി ഭാസ്കരനും രാഘവ മാഷൊക്കെ കൂടെ എഴുതി മനോഹരമായ ഈണത്തിൽ, അല്ലെ, മാപ്പിളപ്പാട്ടിന്റെ ഈണത്തിലൊക്കെ തിട്ടപ്പെടുത്തി വെച്ചിരിക്കുന്നത്. ഇതിന് പ്രധാനപ്പെട്ട കുറെ ചോദ്യങ്ങളൊക്കെ ടീച്ചർ പറഞ്ഞു തന്നു. ഇത്രയേ ഉള്ളൂ, രസമായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു പാഠമാണ് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടോ? നിങ്ങളെ കമന്റുകളൊക്കെ കമന്റുകളൊക്കെ ഇടണം വീഡിയോയുടെ താഴെ. അപ്പോൾ അതേപോലെ നമ്മളുടെ പുതിയ ബാച്ചുകളെ കുറിച്ചൊക്കെ മക്കൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അത്തരം, അല്ലെ, ബാച്ചുകളൊക്കെ എന്ത് ചെയ്യുക? നമ്മൾ, അല്ലെ, അഡ്മിഷനൊക്കെ എടുക്കാൻ വേണ്ടി വേഗം ശ്രദ്ധിക്കുക. അപ്പോൾ മാക്സിമം ഇതുവരെ, അല്ലെ, നിങ്ങളുടെ ഫ്രണ്ട്സിനൊന്നും ചിലപ്പോൾ, അല്ലെ, നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുത്തവരുണ്ടാവും. മേ ബി നിങ്ങൾ, അല്ലെ, മറന്നു പോയിട്ടൊക്കെ ഇരിക്കും. അപ്പോൾ ഈ ക്ലാസ്സൊക്കെ എന്ത് ചെയ്യണം? നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇനി ഏതാണ് നിങ്ങൾക്ക് വേണ്ട പാഠം, ഏതെങ്കിലും വിഷമമുള്ള പാഠം ഉണ്ടോ, ഇനി ഏതാണ് നിങ്ങൾക്ക് വേണ്ടതെന്നൊക്കെ അതും മക്കൾ എന്ത് ചെയ്യണം? മക്കൾ കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇനി ഒരു ക്ലാസ്സിൽ എന്ത് ചെയ്യാം? നമുക്ക് വീണ്ടും കാണാം കേട്ടോ. ബൈ.